1.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള നമ്മുടെ പടുതാക്കുളമാണ് ഈ കാണുന്നത്. ഏലം നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു പടുതാക്കുളമാണ്. അപ്പോൾ ഈ പടുതാക്കുളത്തിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളവും പുരപ്പുറത്തു നിന്നാണ് സ്റ്റോക്ക് ചെയ്തത്. മഴവെള്ളമാണ് കൂടുതൽ, അല്ലാതെയുള്ള വെള്ളം കുറവാണ് കേട്ടോ. എങ്കിലും നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മൾ ഒരു ഡിസംബർ മാസം തൊട്ട് തന്നെ ഏലം നനച്ചിട്ട് എത്രത്തോളം വെള്ളം കുറഞ്ഞു എന്ന് നോക്കുകയാണ് കേട്ടോ. ഈ പടുതാക്കുളത്തിൻ്റെ ഏകദേശം ഒരു 1/3 വെള്ളം മാത്രമേ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ മഴവെള്ളം പുറത്തുനിന്ന് എത്താനുള്ള സംവിധാനം നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും കൊണ്ടുപോയി വെള്ളം, അതായത് മോട്ടറടിച്ച് വെള്ളം ഒഴിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് സമയനഷ്ടവും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഇനി നമ്മൾ വെള്ളം നനയ്ക്കുന്നത്. ഇപ്പം കേട്ടോ, അതിൻ്റെ വാൽവുകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ വലിയ പൈപ്പ് വഴി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചെറിയ ചെറിയ പൈപ്പുകളിലേക്ക് വെള്ളം മാറ്റി അങ്ങനെ ചെയ്യുന്നൊരു സംവിധാനമാണ്. അപ്പം മോനും ചേട്ടനും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവരുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 ചെടിക്ക് ഒരു പൈപ്പ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ സ്പ്രെഡാകുകയാണ് കേട്ടോ ഈ വെള്ളം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ചെടികളെല്ലാം നനച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെ ചോട്ടിൽ കൂടി ഒരു 250 ചെടികളുള്ളതുകൊണ്ട് ഓരോന്നിൻ്റെ ചോട്ടിൽ കൂടി നമ്മൾ ചെല്ലുന്ന ഒരു താമസവും വെള്ളം ഒഴിക്കുന്ന താമസവും ഒക്കെ ഉണ്ട്. കൂടുതൽ വെയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തമായിട്ടില്ല, കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന് നനവ് നിൽക്കും. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറൊക്കെ